MLA ഓഫീസ് വിവാദമുണ്ടല്ലോ, VK പ്രശാന്ത് വേഴ്സസ് ശ്രീലേഖ. അതിപ്പോൾ മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ VK പ്രശാന്തിനെതിരെ കോൺഗ്രസ് കൗൺസിലർ K ശബരിനാഥ് രംഗത്ത് വന്നിരിക്കുന്നു. MLA ഹോസ്റ്റലിൽ സൗകര്യങ്ങളുള്ള മുറി ഉണ്ടായിട്ടും എന്തിനാണ് കോർപ്പറേഷന്റെ വാടക കെട്ടിടത്തിൽ ഇരിക്കുന്നത് എന്നതാണ് ചോദ്യം. MLA ഹോസ്റ്റലിൽ മുറികളും കമ്പ്യൂട്ടറും പാർക്കിങ്ങും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുണ്ട്. അതുപേക്ഷിച്ച് ശാസ്തമംഗലത്ത് നിൽക്കുന്നത് എന്തിനാണെന്നാണ് ശബരിനാഥ് ചോദിക്കുന്നത്. സന്തുര സാജു ഉണ്ട്. സന്തുര സാജു, എന്താണ് ശബരിനാഥ് ഇങ്ങനെ ഒരു പ്രതികരണം നടത്താനിടയായ സാഹചര്യം? ശ്രീലേഖ VK പ്രശാന്ത് വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണോ ഇപ്പോൾ ശബരിനാഥ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്? സന്തുര. അരുൺ, ഈ VK പ്രശാന്ത് MLA ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദം അത് മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ്. നേരത്തെ നമ്മൾ BJPയുടെ നീക്കം ചർച്ച ചെയ്തു. ഇപ്പോൾ കോൺഗ്രസും കൂടി അതിൽ കക്ഷി ചേർന്നിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. കാരണം ഇപ്പോൾ കൌൺസിലറായ ശബരിനാഥൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. അത് VK പ്രശാന്ത് MLAക്ക് എതിരെയുള്ള പോസ്റ്റായി തന്നെ നമുക്ക് അതിനെ കാണാം. കാരണം നല്ല ഒരു ഓഫീസ് മുറി അദ്ദേഹത്തിന് MLA ഹോസ്റ്റലിലുണ്ട്. അത് സാധാരണ എല്ലാ MLAമാർക്കും ഉള്ളതുപോലെ അദ്ദേഹത്തിനും ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിന് മറ്റൊരു ഭാഗ്യമുള്ളത് എന്ന് പറയുന്നത് അത് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ തന്നെയാണ് ഈ MLA ഹോസ്റ്റൽ വരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ പ്രവർത്തിക്കാൻ നല്ല സൗകര്യമുണ്ട്. പക്ഷെ അങ്ങനെ MLA ഹോസ്റ്റലിലെ നിളയിൽ നിള ബ്ലോക്കിൽ 31-32 മുറികളാണ് അദ്ദേഹത്തിന് MLA ഓഫീസായി അനുവദിച്ചിരിക്കുന്നത്. അവിടെ അത്രയും നല്ല മുറിയും കമ്പ്യൂട്ടർ സൗകര്യവും മറ്റെല്ലാ സൗകര്യവും ഉള്ളപ്പോൾ എന്തിനാണ് ഈ കോർപ്പറേഷന്റെ ഒരു വാടക കെട്ടിടത്തിൽ MLA പ്രവർത്തിക്കേണ്ട ആവശ്യം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ VK പ്രശാന്ത് MLA തന്നെ ചേരുന്നുണ്ട്. VK പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. VK പ്രശാന്ത്, ഇപ്പോൾ ശബരിനാഥിന്റെ ഒരു പ്രതികരണം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടല്ലോ അല്ലേ? ഈ MLA ഹോസ്റ്റലിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ശാസ്തമംഗലത്ത് അങ്ങ് തുടരുന്നത്? സ്വന്തം മണ്ഡലത്തിലല്ലേ വാടകയ്ക്ക് താമസിക്കേണ്ടത്, വാടകയ്ക്ക് നിൽക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ എന്നതാണ് ശബരിനാഥന്റെ ചോദ്യം. അതെ അതെ അതെ, ഞാനത് കാണുകയുണ്ടായി. അല്ല, അതിൽ ആദ്യം എനിക്ക് പറയാനുള്ളത്, എന്റെ സ്വന്തം സ്ഥലം കഴക്കൂട്ടമാണ്. ഞാൻ അവിടുത്തെ വീട് മാറ്റിയിട്ട് സ്വന്തം മണ്ഡലമായിട്ടുള്ള വട്ടിയൂർക്കാവിൽ ഒരു വീടെടുത്തിട്ട് അവിടെ ഇട്ട് താമസിക്കുകയാണ്. അതിന്റെ കാരണം എന്താ? എന്റെ മണ്ഡലത്തിൽ തന്നെ വീട് വരണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തത്. ജനങ്ങൾക്ക് അതായിരിക്കും സൗകര്യം. അതേ ചിന്തയിലാണ് MLA ഹോസ്റ്റലിലെ മുറി എന്ന് പറയുന്നത്. നമുക്കറിയാലോ, 140 MLAമാർക്ക് സമ്മേളനം ചേരുമ്പോൾ അവിടെ താമസിക്കാനും അല്ലെങ്കിൽ അവരുടെ ആരെങ്കിലും സുഹൃത്തുക്കളോ ആരെങ്കിലും ഒക്കെ വരുമ്പോൾ താമസിപ്പിക്കാനും അവരുടെ അതിഥികളെ താമസിപ്പിക്കാനും ഒക്കെയാണ് അത് ഉപയോഗിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ 140 MLAമാരുടെയും ഓഫീസ് MLA ഹോസ്റ്റലിലാണോ? അപ്പൊ അങ്ങനെ ഒരു ബാലിശമായ ന്യായം ശബരിനാഥനെ പോലെ MLA ആയിരുന്ന ഒരാൾ ഉന്നയിക്കുന്നത് എന്തർത്ഥത്തിലാണ്? എന്ന് മാത്രമല്ല, ശ്രീ ശബരി BJPയുടെ ഈ ഒഴിപ്പിക്കൽ പരിപാടിക്ക്, ബുൾഡോസർ രാജിന് കൂട്ടുനിൽക്കുന്ന ഒരാളായിട്ട് ശബരിനാഥനെ നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല ഇങ്ങനെ ഒരു വാദം ഉന്നയിച്ചു കഴിഞ്ഞാൽ. അപ്പൊ ഇവിടെ പ്രതിപക്ഷത്തിരിക്കുന്ന MLAമാരെയും പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകളെയും മറ്റാളുകളെയും ഒക്കെ ഒഴിപ്പിക്കാൻ BJP ശ്രമിക്കുമ്പോൾ അതിന് കുടപിടിക്കുന്ന ആൾക്കാരായി നമ്മുടെ പ്രദേശത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ മാറുന്നു എന്നുള്ളതല്ലേ കാണാൻ വേണ്ടി കഴിയുക. ഞാൻ എന്തുകൊണ്ട് 31-32 റൂമുകൾ ഉപേക്ഷിച്ച് ശാസ്തമംഗലത്ത് ഓഫീസ് എടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എന്റെ മറുപടി എന്ന് പറയുന്നത്, എന്റെ നാട്ടുകാർക്ക് എന്നെ കാണാൻ പറ്റുന്ന മണ്ഡലത്തിന്റെ ഒരു സെന്റർ എന്ന നിലയ്ക്കാണ് ഈ ശാസ്തമംഗലത്തിന്റെ ഓഫീസ് ഞങ്ങൾ സെലക്ട് ചെയ്തെടുത്തത്. അന്ന് ആരും ഒരു ഒബ്ജക്ഷൻ പറഞ്ഞില്ല. ഒരു കാര്യം കൊണ്ട് മനസ്സിലാക്കണം, ഈ ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസ് അവിടെ നിർമ്മിക്കുന്നത് ഞാൻ മേയറായിരിക്കുന്ന അവസരത്തിലാണ്. അന്ന് അവിടെ ഒഴിവുള്ള റൂമിൽ ഒരു വാർഡ് കമ്മിറ്റി ഓഫീസ് വേണമെന്ന് അവിടുത്തെ കൗൺസിലർ ആവശ്യപ്പെട്ടു. ഞാൻ തന്നെയാണ് ആ കൗൺസിലർക്ക് ഓഫീസ് അനുവദിച്ചുകൊണ്ട് ഉത്തരവ് നൽകിയത്. അതിന്റെ ഇപ്പുറത്ത് ഒഴിഞ്ഞു കിടന്ന ഒരു ഭാഗമാണ് MLA ആയപ്പോൾ ഞാൻ പോയി കണ്ട്, ആ കൗൺസിലറുമായി പോയി കണ്ട്, ഇവിടെ ഒന്ന് പാർട്ടീഷൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ MLAയുടെ ഓഫീസ് ഇവിടെ പ്രവർത്തിപ്പിക്കാം എന്ന് അവിടുത്തെ ആളുകളടക്കം അഭിപ്രായപ്പെട്ടപ്പോഴാണ് ഞാൻ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് അതിനാവശ്യമായിട്ടുള്ള കൗൺസിൽ തീരുമാനം വാങ്ങി വാടകയടക്കം അവർ നിശ്ചയിച്ച് നൽകുന്ന ഒരു സ്ഥിതി വന്നത്. അപ്പോൾ അത് മഹാ അപരാധമായി അവർ കാണുകയാണെങ്കിൽ കണ്ടോട്ടെ. ഞങ്ങളെ സംബന്ധിച്ച് വട്ടിയൂർക്കാവിലെ ആളുകൾക്ക് എല്ലാ സമയത്തും കടന്നു വരാൻ കഴിയുന്ന എന്തെങ്കിലും സെക്യൂരിറ്റി പ്രശ്നങ്ങളോ വാച്ചർമാരുടെ ചോദ്യമോ ഒന്നുമില്ലാതെ MLA കാണാൻ കഴിയുന്ന ഒരു സുഗമമായ കേന്ദ്രം എന്ന നിലയ്ക്ക് ഞങ്ങൾ തിരഞ്ഞെടുത്തു. അത് എന്റെ വോട്ടർമാർക്ക് സൗകര്യത്തിന് വേണ്ടി ചെയ്ത ഒരു കാര്യമാണ്. അതൊരു അപരാധമായിട്ട് ഞാൻ കാണുന്നില്ല. ശബരിനാഥനെ പോലുള്ള ആളുകൾ അത് അപരാധമായി കാണുന്നുണ്ടെങ്കിൽ അത് അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള പക്വത കുറവെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു. VK പ്രശാന്താണ് നമുക്കൊപ്പം ചേർന്ന്. നമുക്ക് ശബരിനാഥനെ കൂടി ഈ ഘട്ടത്തിൽ ഒന്ന് ശ്രമിക്കണം. VK പ്രശാന്ത് പറയുന്നത്, BJP ഒഴിപ്പിക്കാൻ നടക്കുമ്പോൾ ആ ഒഴിപ്പിക്കലിന്റെ ബുൾഡോസർ രാജിന് പിന്തുണ നൽകുകയാണ് ശബരിനാഥൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്നാണ്. തനിക്കുള്ള MLA ഹോസ്റ്റലിൽ ഇരുന്നാൽ വട്ടിയൂർക്കാവിലെ ജനങ്ങൾക്ക് തന്നെ നേരിൽക്കണ്ടോ അല്ലെങ്കിൽ ആ ഓഫീസിൽ ഇക്കാര്യം അറിയിക്കാനോ കഴിയില്ലല്ലോ. വട്ടിയൂർക്കാവിലെ ജനങ്ങൾക്ക് കൂടുതൽ ആക്സസ് ഉള്ള ഒരു സ്ഥലം എന്ന നിലയിലാണ് ഇപ്പോൾ ശാസ്തമംഗലത്ത് ഓഫീസ് എടുത്ത് പ്രവർത്തിക്കുന്നത് എന്നാണ് ഇപ്പോൾ VK പ്രശാന്ത് MLA പറയുന്നത്.
7 വർഷം ഇല്ലാത്ത ഈ പരാതികളും പരിഭവങ്ങളും ഒക്കെ ഇപ്പോഴുണ്ടാവുന്നത് എന്തുകൊണ്ടാണെന്നൊരു പിടിയും കിട്ടുന്നില്ല. അവിടെ വാടകയ്ക്ക് കൊടുത്താണ് MLA ഇരിക്കുന്നത്. ജനങ്ങൾക്ക് MLAയുടെ ഓഫീസിൽ പോയി കാണുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെയല്ലേ വേണ്ടത്? ജനങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ആക്സസ് ഉള്ള സ്ഥലത്താണ് ഒരു ഓഫീസ് ഉണ്ടാകേണ്ടത്. എന്തുകൊണ്ടാണ് ശബരിനാഥ് ഇങ്ങനെ ഒരു പ്രതികരണം ഫേസ്ബുക്കിലൂടെ നടത്തിയത് എന്ന് നമുക്കറിയില്ല. അത് നിലവിൽ ശ്രീലേഖയുടെ വാദങ്ങൾക്ക് ശക്തി പകരുന്നതാണ് ശബരിനാഥിന്റെ ആർഗ്യുമെന്റ്.